ഏകദേശം മുക്കാഭാഗം വരെ ഒറ്റത്തടിയാണ് അല്ലേ? ഇതുവരെ ഒറ്റത്തടിയാ. പിന്നീട് ഡിവൈഡ് ആണ്. വിഞ്ഞ് വിടുന്നുണ്ട് 2 കമ്പാണ് ഇത്. ഓക്കെ. ഹലോ എൻ്റെ എങ്ങനെ ഏവർക്കും മൊയ്നൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്നുള്ളത് പുത്തനത്താണിയിൽ, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ നമ്മുടെ ഒരു ഫോളോവർ നമ്മുടെ ജബ്ബാർ ഭായ് വിളിച്ചിട്ട് വന്നാണ്. ജബ്ബാർ ഭായിൻ്റെ അയൽവാസിയായ മൊയ്തീൻ ഖാൻ്റെ അടുത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങളെ കാണിക്കാൻ. പൊതുവേ പറയില്ല ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളത്. ഇവിടെ 2 പക്ഷിയല്ല, ഞാൻ പ്രത്യക്ഷത്തെ കാണുന്ന ഒരു വെടിക്ക് 3 പക്ഷിയാണ്. 4ാമത്തെ പക്ഷി മുളച്ചു തുടങ്ങി എന്നുള്ള പറയുന്നത്. വേറൊന്നുമല്ല, ഇതാ ഈ കാണുന്ന തെങ്ങ് ഉണ്ടല്ലേ, ഒറ്റ തടിയുള്ള തെങ്ങ്. പിന്നെ മേലെ എത്തുന്ന സമയത്ത് അത് 3ആയിട്ട് വിഭജിക്കുകയാണ്. അത് എൻ്റെ അറിവിൽ പുതിയതായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ഉടമ, അതേപോലെ തന്നെ ഈ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ജബ്ബാർ ഭായ് എല്ലാവരും അടുത്തുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വിശേഷങ്ങൾ വയ്ക്കുക അവർ. അപ്പൊ മൊയ്തീൻക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മുടെ പേരിൽ ചെറിയൊരു സാമ്യമുണ്ട് കേട്ടോ. ഞാൻ മൊയ്നുദ്ദീൻ, നിങ്ങൾ മൊയ്തീൻ. ഓക്കെ. അപ്പൊ ഈ തെങ്ങ് സംഭവം എന്തെന്നായാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഈ കണ്ട പ്രായത്തിന്റെ ഇടയിൽ ഞാൻ ആദ്യമായിട്ടൊരു കാണുന്ന സംഭവം ഉണ്ടാവുമായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ തെങ്ങിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? നിങ്ങളുടെ ചെറുപ്പം മുതൽ ഈ സംഭവം ഇവിടെ ഉണ്ടോ? ഇല്ല, ഈ തെങ്ങുണ്ട്. പക്ഷേ ഇത് കുറെ വലുതായതിനു ശേഷമാണ് പിന്നെയാണ് 2ആയി പിളർന്നത്. ഫസ്റ്റ് ആദ്യം ഒറ്റ തെങ്ങായിരുന്നു. ഒറ്റ തെങ്ങ്. അതിൽ കുറച്ച് അങ്ങോട്ട് ഇപ്പൊ ഈ ഉയരത്തിൽ കാണുന്ന അത്ര ഉയരത്തിലെത്തിയപ്പോഴാണ് അത് 2ആയി പിളർന്നത്. പിന്നീട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി വളർന്നു. ഒരു കൊമ്പിൽ നിന്ന് വീണ്ടും അതാ കാണുന്നത് ഇല്ലേ? ആദ്യം ഇവിടെ നിന്ന് 2ആയി പിളർന്ന്, പിന്നെ ആ കൊമ്പിൽ നിന്ന് വീണ്ടും 2 മറ്റേ കൊമ്പിൽ വീണ്ടും. ഇപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള അങ്ങോട്ട് പോയിരിക്കുന്ന അതിൽ നിന്ന് വീണ്ടും വളരാനുള്ള അതിങ്ങനെ കുറച്ചുകാലം ഇങ്ങനെ ഒന്നും അല്ലാത്തൊരു പ്രകൃതിയിൽ ഇങ്ങനെ നിൽക്കലാണ്. എങ്ങനെ വെച്ചാല് ഇതില് ഇങ്ങനെ മുരടിച്ച് നമ്മൾ തല പോവാണെന്ന് വിചാരിക്കും. ആ കണ്ടീഷനിൽ അങ്ങനെ നിന്നിട്ട് പിന്നെ 2 അതേമാതിരി തന്നെ ഇതൊക്കെ ഉണ്ടായത്. ഇത് ഇരട്ടി മുരട്ടെന്നല്ല, ഇത് എവിടെ പോയി എത്തുന്നുണ്ട്. ആ കൊമ്പിൽ നിന്ന് ഇനിയും വികസിക്കുകയാണ്. ഫസ്റ്റ് ഒരൊറ്റ തെങ്ങായിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യം രണ്ടാമത്തേക്ക്? ആഴ്ചയിൽ ഇതൊരു 30 വർഷമായിട്ടുണ്ടാവും ഈ തെങ്ങിന്. ഇത് 2ആയി പിളരാൻ തുടങ്ങിയിട്ട് 30 വർഷമായിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ 2ആയത്. പിന്നെ കൊമ്പിൽ നിന്ന് 2ആയി, വീണ്ടും 2ആയി. അപ്പൊ ആ കൊമ്പിൽ നിന്നാണ് വീണ്ടും രണ്ടാവാൻ നിൽക്കുന്നത്. വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പൊതുവെ നിങ്ങളുടെ വളപ്പിൽ തേങ്ങടാൻ വരുന്നത് ആരാണ്? പൊതുവെ നമ്മളെ ഒരു സുഹൃത്തിന് ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ബാബു ആണ് ഇവിടെ വരല്, തേങ്ങടലും കാര്യങ്ങളൊക്കെ. വേറെ ആരും ഇതിന്റെ മേലെ കയറുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ നമ്മളാരും വിളിക്കലില്ല. ഓൻ തന്നെ വിളിക്കലോ തേങ്ങടാനെ. ഓന് കുറച്ച് മുമ്പ് കയറിയെന്ന്. ഓനിപ്പോ കുറച്ച് വലുതായി, കുറച്ചുകൂടി ആരോഗ്യമൊക്കെ വെച്ചേക്കണേ. അന്ന് ഓൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അന്ന് ഓൻ കയറിയെന്ന്. ഓന് ധൈര്യമായിട്ട് കയറ്റിന്ന്. ഇപ്പൊ ഓന് കുറച്ച് ഇതായി, പിന്നെ തെങ്ങും കുറച്ച് ക്ഷയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവനെ നമ്മള് ഇതിലേക്ക് കയറ്റലില്ല. കാരണം നമ്മള് പ്രേരിപ്പിക്കല് പറയലില്ല, അങ്ങോട്ട് കയറലില്ല. ഇനിയിപ്പോ അവൻ നമ്മള് ചോദിച്ചോ